ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 22-ാമത്തെ അധ്യായം. അതിൽ 40-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ദ്വാവിംശോऽധ്യായ. മൈത്രേയ ഉവാച. ജനേഷു പ്രഗണൽസ്വേവം പൃഥും പൃഥുലവിക്രമം തത്രോപജഗ്മുർമുനയശ്ചത്വാരഃ സൂര്യവർച്ചസഃ താംസ്തു സിദ്ധേശ്വരാൻ രാജാ വ്യോംനോവതരദോർച്ചിഷാ ലോകാനപാപാൻ കുർവത്യാ സാനുഗോജഷ്ടലക്ഷിതാൻ തദ്ദർശനോൽഗതാൻ പ്രാണാൻ പ്രത്യാദിൽ സുരിവോത്ഥിതഃ സസദസ്യാനുഗോ വൈന്യ ഇന്ദ്രിയേശോ ഗുണാനിവ ഗൗരവാദ്യന്ത്രിതസഭ്യപ്രശ്രയാനതകന്ധരഃ വിധിവത് പൂജയാൻ ചക്രേ ഗൃഹീതാധ്യർഹണാസനാൻ തത്പാദശൗചസലിലൈർമാർജിതാളകബന്ധനഃ തത്ര ശീലവതാം വൃത്തമാചരൻ മാനയന്നിവ ഹാടകാസനാസീനാൻ സുധിഷ്ണ്യേഷ്വപാവകാൻ ശ്രദ്ധാ സംയമസംയുക്ത പ്രീതപ്രാഹഭവാഗ്രജാൻ. പൃഥുരുവാച. അഹോ ആചരിതം കിം മേ മംഗളം മംഗളായനാഃ യസ്യ വോ ദർശനം യാസീദ് ദുർദർശാനാം ച യോഗിഭിഃ കിം തസ്യ ദുർലഭതരമിഹ ലോകേ പരത്ര ച യസ്യ വിപ്രാ പ്രസീദന്തി ശിവോ വിഷ്ണുശ്ച സാനുഗഃ നൈവ ലക്ഷേതേ ലോകോ ലോകാൻ പര്യടതോऽപി യാൻ യഥാ സർവദൃശം സർവ ആത്മാനം യേസ്യ ഹേതവഃ അധന അപി തേ ധന്യാ സാധവോ ഗൃഹമേധിനഃ യദ്ഗൃഹാഹ്യർഹവര്യാം പുത്രണഭൂമീശ്വര വരാ വ്യാളാലയദ്രുമാ വൈതേപ്യരിക്താഖിലസമ്പദഃ യദ്ഗൃഹാസ്തീർത്ഥപാദീയപാദതീർത്ഥവിവർജിതാഃ സ്വാഗതം വോ ദ്വിജശ്രേഷ്ഠാ യദ്വ്രതാനി മുമുക്ഷവഃ ചരന്തി ശ്രദ്ധയാ ധീരാ ബാലാ ഏവ ബൃഹന്തി ച കച്ചിന്ന കുശലം നാഥ ഇന്ദ്രിയാർത്ഥാർത്ഥവേദിനാം വ്യസനാവാപ ഏതസ്മിൻ പതിതാനാം സ്വകർമ്മഭിഃ ഭവൽസു കുശലപ്രശ്ന ആത്മാരാമേഷു നേഷ്യത്തെ കുശലാ കുശലാ യത്ര ന സന്തി മതിവൃത്തയഃ തദഹം കൃതവിശ്രംഭ സുഹൃദോവസ്തപസ്വിനാം സംപൃച്ഛേ ഭവയേതസ്മിൻ ക്ഷേമക്കേനാഞ്ജസാ ഭവേത് വ്യക്തമാത്മവതാം ആത്മാ ഭഗവാനാത്മഭാവനഃ സ്വാനാമനുഗ്രഹായേ മാം സിദ്ധരൂപീ ചരത്യജഃ. മൈത്രേയ ഉവാച. പൃഥോസ്തൽസൂക്തമാകർണ്യ സാരം സുഷ്ഠുമിദം മധു സ്മയമാനൈവ പ്രീത്യാ കുമാരപ്രത്യുവാചഃ. സനൽകുമാര ഉവാച. സാധുപൃഷ്ടം മഹാരാജ സർവഭൂതഹിതാത്മനാ ഭവതാ വിദുഷാ ചാപി സാധൂനാം മതിരീദൃശി സംഗമഃ സാധൂനാം ഉഭയേഷാം ച സംവദഃ യത് സംഭാഷണ സംപ്രശ്നഃ സർവേഷാം വിതനോദിശം അസ്ത്യേവ രാജൻ ഭവതോ മധുദ്വിഷ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ രതിർദുരാപാ വിധുനോതി നൈഷ്ഠികീ കാമം കഷായം മലമന്ദരാത്മനഃ ശാസ്ത്രേഷു യാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സദ്ഭിഗ്വിമർശേഷു ഹേതുഃ അസംഗാത്മവ്യതിരിക്താത്മനി ദൃഢാരതിർബ്രഹ്മണി നിർഗുണേ ചയാ സാ ശ്രദ്ധയാ ഭഗവദ്ധർമ്മചര്യയാ ജിജ്ഞാസയാധ്യാത്മികയോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവകഥയാ പുണ്യയാ ച അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യതൃഷ്ണയാ തൽസമ്മതാനാമപരിഗ്രഹേണ ച വിവിക്തരുച്യാ പരിദോഷാത്മൻവിനാഹരർഗുണപീയൂഷപാനാത് അഹിംസയാ പാരമഹംസിചര്യയാ സ്മൃത്യാ മുകുന്ദാചരിതാഗ്രസീധുനാ യമൈരകാമൈർനിയമൈശ്ചാപ്യനിന്ദയാ നിരീഹയാ ദ്വന്ദ്വതിദിക്ഷയാ ച ഹരേർമുഹുസ്തൽപരകർണപൂരഗുണാഭിധാനേന വിജൃംഭമാണയാ ഭക്ത്യാ ഹ്യസംഗഃ സദസത്യനാത്മനി സ്യാന്നിർഗുണേ ബ്രഹ്മണി ചാഞ്ജസാ രതിഃ യദാ രതിർബ്രഹ്മണി നൈഷ്ഠികീ പുമാനാചാര്യവാൻ ജ്ഞാനവിരാഗരം ഹസാ ദഹത്യവീര്യം ഹൃദയം ജീവകോശം പഞ്ചാത്മകം യോനിമിവോത്ഥിതോഗ്നിഃ ദഗ്ധാശയോ മുക്തസമസ്തതൽഗുണോ നൈവാത്മനോ ബഹിരന്തർവിജഷ്ടേ പരാത്മനോര്യദ്വ്യവധാനം പുരസ്താത് സ്വപ്നെ യഥാ പുരുഷസ്തദ്വിനാശേ ആത്മാനമിന്ദ്രിയാർത്ഥം ച പരം യദ് ഭയോരപി സത്യാശയ ഉപാധൗ വൈ പുമാൻ പശ്യതി
നാന്യതാ നിമിത്തേ സതി സർവത്ര ജലാദാവപി പൂരുഷഃ ആത്മനശ്ച പരസ്യാപി ഭിദാം പശ്യതി നാന്യതാ ഇന്ദ്രിയൈർവിഷയാകൃഷ്ടൈരാക്ഷിപ്തം ധ്യായതാം മനഃ ചേതനാം ഹരതേ ബുദ്ധേ സ്തംഭസ്ഥോയമിവ ഹൃദാത് ഭ്രശ്യത്യനു സ്മൃതിശ്ചിത്തം ജ്ഞാനഭ്രംശസ്മൃതിക്ഷയേ തദ്രോധം കവയ പ്രാഹുരാത്മാവൻ നവമാത്മനഃ നാദപരതരോ ലോകേ പുംസസ്വാർത്ഥവ്യതിക്രമഃ യദധ്യന്യസ്യ പ്രേയസ്ത്വമാത്മനഃ സ്വവ്യതിക്രമാത് അർത്ഥേന്ദ്രിയാർത്ഥാഭിധ്യാനം സർവാർത്ഥാബന്ധവോ നൃണാം ഭ്രംസിതോ ജ്ഞാനവിജ്ഞാനാദ്യേന വിശതി മുഖ്യതാം ജ്ഞാനവിജ്ഞാന രത്നഗുര്യാൽ കർഹിജിൽ സംഗം തമസ്തീവ്രം തിദീർഷു ധർമാർത്ഥകാമമോക്ഷാണാം യദത്യന്തവിഘാതകം തത്രാവിമോക്ഷേവാർത്ഥ ആത്യന്തികതയേഷ്യത്തെ ത്രൈവർഗ്യോർത്ഥോ യതോ നിത്യം കൃതാന്തഭയസംയുതഃ പരേവരേ ചയേ ഭാവാ ഗുണവ്യതികരാദനു ന തേഷാം വിദ്യതേ ക്ഷേമം ഈശവിധ്വംസിതാശിഷാം തത്വം നരേന്ദ്രജഗതാമഥ തസ്ഥുഷാം ച ദേഹേന്ദ്രിയാസു ധിഷണാത്മഭിരാവൃതാനാം യക്ഷേത്രവിത്തപതയാ ഹൃദി വിശ്വഗാ വിപ്രത്യക്ഷകാസ്തി ഭഗവാൻ സ്തമവേഹി സോസ്മി യസ്മിന്നിദം സദസദാത്മതയാ വിഭാതി മായാവിവേകവിധുതി സ്രതിവാഹി ബുദ്ധി തം നിത്യമുക്തപരിശുദ്ധവിബുദ്ധതത്വം പ്രത്യൂഢകർമ്മകലിലപ്രകൃതിം പ്രപദ്യേ യൽ പാദപങ്കജവിലാസഭക്തിയാ കർമാശയം ഗ്രഥിതമുൽഗ്രഥയന്തി സന്തം തദ്വന്നരിക്തമതയോ യതയോപി രുദ്ധസ്രോതോ ഗണാസ്തമരണം ഭജ വാസുദേവം കൃച്ഛ്രോ മഹാനിഹ ഭവാണ്ണവമപ്ലവേശാം ഷഡ്വർഗനക്രമസുഖേന തിരീരിഷന്തി തത്വം ഹരേർഭഗവതോ ഭജനീയമങ്ക്രിം കൃത്വോടുപം വ്യസനമുത്തരദുസ്തരാർണം മൈത്രേയ ഉവാച. അടുത്ത 41ാമത്തെ ശ്ലോകമാണ്. മൈത്രേയ ഉവാച ഏവം സ ബ്രഹ്മപുത്രേണ കുമാരേണ ആത്മമേധസാ ദർശിതാത്മഗതി സമ്യക് പ്രശസ്യോവാച തം നൃപ. ഏവം സ ബ്രഹ്മപുത്രേണ കുമാരേണ ആത്മമേധസാ ദർശിതാത്മഗതി സമ്യക് പ്രശസ്യോവാച തം നൃപ. അങ്ങനെ ആ ബ്രഹ്മാവിൻ്റെ പുത്രൻ അതുപോലെ ആത്മജ്ഞാനി ഒക്കെ ആയിട്ടുള്ള ആ സനൽകുമാരനാൽ വളരെ നന്നായിട്ട് ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആ ആത്മജ്ഞാനത്തോടു കൂടിയിരിക്കുന്ന ആ രാജാവ് ആ സനൽകുമാർ മഹർഷിയെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഏവം സ ബ്രഹ്മപുത്രേണ കുമാരേണ ആത്മമേധസ. ഇപ്രകാരം ആ ബ്രഹ്മപുത്രനായിരിക്കുന്ന ആ കുമാരനാൽ ആത്മമേധസ ആത്മജ്ഞാനിയും ദർശിതാത്മഗതി ആത്മജ്ഞാനത്തോടു കൂടിയിരിക്കുന്ന ആ ഗതിയിൽ സമ്യക് നിർദ്ദേശിക്കപ്പെട്ട ആ ആത്മജ്ഞാനത്തോടു കൂടിയ ആ രാജാവ് സമ്യക് പ്രശംസയോവാച തം നൃപഃ. ആ സനൽകുമാര മഹർഷിയെ അദ്ദേഹം പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ ബ്രഹ്മപുത്രേണ ബ്രഹ്മാവിൻ്റെ പുത്രനും ആത്മമേധസഹ ആത്മജ്ഞാനിയുമായിരിക്കുന്ന കുമാരേണ സനൽകുമാരനാൽ സമ്യക് നന്നായിട്ട്, സമ്യക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട്, ഏവം ഇപ്രകാരം ദർശിതാത്മഗതി നിർദ്ദേശിക്കപ്പെട്ട ആ ആത്മജ്ഞാനത്തോടു കൂടിയിരിക്കുന്ന സഹ നൃപഃ ആ രാജാവ് തം അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് ഉവാച പറഞ്ഞു. എന്നുകൂടി പറയാം. ബ്രഹ്മപുത്രേണ ബ്രഹ്മാവിൻ്റെ പുത്രനും ആത്മമേധസ ആത്മജ്ഞാനിയുമായിരിക്കുന്ന കുമാരേണ ആ സനൽകുമാരനാൽ സമ്യക് നന്നായിട്ട്, ഏവം ഇപ്രകാരം ദർശിതാത്മഗതി നിർദ്ദേശിക്കപ്പെട്ട ആത്മജ്ഞാനത്തോടു കൂടിയ സഹ നൃപഃ ആ രാജാവ് തം അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് ഉവാച പറഞ്ഞു. അപ്പോൾ ബ്രഹ്മപുത്രേണ ആത്മമേധസ കുമാരേണ സമ്യക് ഏവം ദർശിതാത്മഗതി സഹ നൃപഃ തം പ്രശസ്യ ഉവാച. എന്നുകൂടി പറയാം. ബ്രഹ്മപുത്രേണ ആത്മമേധസ കുമാരേണ സമ്യക് ഏവം ദർശിതാത്മഗതി സഹ നൃപഃ തം പ്രശസ്യ ഉവാച. ആ ബ്രഹ്മാവിൻ്റെ പുത്രനും
ആത്മജ്ഞാനിയുമായിരിക്കുന്ന സനൽകുമാരനാൽ നന്നായിട്ട് ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ട ആത്മജ്ഞാനത്തോടു കൂടിയിരിക്കുന്ന ആ രാജാവ് അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു. ബ്രഹ്മാവിൻ്റെ പുത്രനും ബ്രഹ്മജ്ഞാനിയുമായിരിക്കുന്ന സനൽകുമാരനാൽ ആത്മാവിൻ്റെ സൽഗതിക്ക് ഉപയുക്തം ആയതെന്തെന്ന് ഉപദേശിക്കപ്പെട്ടവനായിരിക്കുന്ന ആ പൃഥ്വിചക്രവർത്തി അതിനെ പ്രശംസിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ രാജാവ് ആത്മജ്ഞാനിയും ആ ബ്രഹ്മപുത്രനുമായിരിക്കുന്ന ആ സനൽകുമാരനാൽ ഇങ്ങനെ വേണ്ട പോലെ ആത്മസ്വരൂപം ഉപദേശിക്കപ്പെട്ടവനായി. അങ്ങനെ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് ആ രാജാവ് പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മൈത്രേയൻ പറയുകയാണ്, ആത്മാവിനാൽ തന്നെ ആ ബുദ്ധിവൃത്തിയെ നിയമിച്ച് ഇരിക്കുന്ന ആ ബ്രഹ്മപുത്രനായിരിക്കുന്ന ആ സനൽകുമാരൻ ഇപ്രകാരം രാജാവിന് ആത്മതത്വത്തെ ഉപദേശിച്ചു. അപ്പോൾ ആ രാജാവ് സനൽകുമാരാദിയെ ഏറ്റവും സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. അപ്പോൾ പറയണം, മൈത്രേയ ഉവാച ഏവം ബ്രഹ്മപുത്രേണ ദർശിതാത്മഗതി. ഇപ്രകാരം ആ ബ്രഹ്മപുത്രനായിരിക്കുന്ന സനൽകുമാരനാൽ ആ ആത്മഗതിയെ ദർശിക്കപ്പെട്ട ആ അദ്ദേഹം രാജാവ് സഹ ഉവാച മൈത്രേയ ഉവാച ഏവം ഇപ്രകാരം ബ്രഹ്മപുത്രേണ ആ ബ്രഹ്മപുത്രനാൽ ദർശിതാത്മഗതി ആ ആത്മഗതിയെ ദർശിക്കപ്പെട്ട ആ രാജാവ് ഉവാച പറഞ്ഞു എന്നുള്ളതാണ് ഇതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 42ാമത്തെ ശ്ലോകം കൃതോമേ രാജോവാച. രാജാവ് പറയുകയാണ്, കൃതോമേനുഗ്രഹപൂർവം ഹരിണാർത്ഥാനുകമ്പിന തമാപാദയിതും ബ്രഹ്മൻ ഭഗവൻ യൂയമാഗതാ. കൃതോമേനുഗ്രഹപൂർവം ഹരിണാർത്ഥാനുകമ്പിന തമാപാദയിതും ബ്രഹ്മൻ ഭഗവൻ യൂയമാഗതാ. കൃതോമേനുഗ്രഹ. അല്ലയോ ഭഗവാനെ ബ്രാഹ്മണ, ദീനന്മാരിൽ കൃപാലുവായിരിക്കുന്ന ആ ശ്രീഹരിയാൽ എനിക്ക് മുമ്പ് തന്നെ അനുഗ്രഹം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അതിനെ കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് ഭഗവാന്മാർ ആഗതരായിട്ട് വന്നതാണല്ലോ. കൃതോമേനുഗ്രഹപൂർവം എന്നെ മുമ്പ് തന്നെ ഹരിണാർത്ഥാനുകമ്പിന ദീനന്മാരിൽ കൃപാലുവായിരിക്കുന്ന ആ ഭഗവാനാൽ എനിക്ക് ആദ്യമേ അനുഗ്രഹം കിട്ടി. തമാപാദയിതും ബ്രഹ്മൻ. അപ്പോൾ അതിനെ കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് ബ്രഹ്മൻ ഭഗവൻ യൂയമാഗത. നിങ്ങളെ എല്ലാവരും ആ യൂയം ആ ഭഗവാന്മാർ ഇവിടെ ആഗതരായിരിക്കുകയാണല്ലോ എന്നുള്ളതാണ്. കൃതോമേനുഗ്രഹപൂർവം ഹരിണാർത്ഥാനുകമ്പിന തമാപാദയിതും ബ്രഹ്മൻ ഭഗവൻ യൂയമാഗത. ഹേ ഭഗവൻ ബ്രഹ്മൻ, അല്ലയോ ഭഗവാനെ ബ്രാഹ്മണ, ആർത്ഥാനുകമ്പിന ദീനന്മാരിൽ കൃപാലുവായിരിക്കുന്ന ഹരിണ ശ്രീഹരിയാൽ മേ എനിക്ക് പൂർവം മുമ്പ് തന്നെ അനുഗ്രഹം കൃത ചെയ്യപ്പെട്ടു. തം അതിനെ ആപാദയിതും കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് യൂയം ഭവാന്മാർ ആഗതാഹ വന്നതാണല്ലോ. എന്നുകൂടി പറയാം. ഹേ ഭഗവൻ ബ്രഹ്മൻ, അല്ലയോ ഭഗവാനെ ബ്രാഹ്മണ, ആർത്താനുകമ്പിന ദീനന്മാരിൽ കൃപാലുവായിരിക്കുന്ന ഹരിണ ശ്രീഹരിയാൽ മേ എനിക്ക് പൂർവം മുമ്പ് തന്നെ അനുഗ്രഹം കൃത ചെയ്യപ്പെട്ടു കഴിഞ്ഞു. തം അതിനെ ആപാദയിതും കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് യൂയം ഭവാന്മാർ ആഗതാഹ വന്നതാണല്ലോ. ഇതിൽ തന്മയം വന്നിട്ട് ഹേ ഭഗവൻ ബ്രഹ്മൻ ആർത്താനാം അനുകമ്പിന ഹരിണ മേ പൂർവം അനുഗ്രഹ കൃത തം ആപാദയിതും യൂയം ആഗതാഹ. എന്നുകൂടി പറയാം. ഹേ ഭഗവൻ ബ്രഹ്മൻ ആർത്താനുകമ്പിന ഹരിണ മേ പൂർവം അനുഗ്രഹം കൃത തം ആപാദയിതും യൂയം ആഗതാഹ. അല്ലയോ ബ്രാഹ്മണ ഭഗവാനെ. സനൽകുമാരാദി മഹർഷിമാരെ സംബോധന ചെയ്തിട്ട് പറയുകയാണ്, ദീനന്മാരിൽ കൃപാലുവായിരിക്കുന്ന ശ്രീഹരിയാൽ എനിക്ക് മുമ്പ് തന്നെ അനുഗ്രഹം ചെയ്യപ്പെട്ട് കഴിഞ്ഞു.
അതിനെ കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് ഭഗവാന്മാർ വന്നതാണല്ലോ. ആർത്തത്രാണപരായണനായിരിക്കുന്ന മഹാവിഷ്ണു എന്നെ ഇതിനു മുമ്പ് തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അല്ലയോ ബ്രഹ്മൻ, ഭഗവാന്മാർ ഇവിടെ എഴുന്നള്ളിയത് ആ അനുഗ്രഹത്തെ ഒന്നുകൂടി പ്രബലപ്പെടുത്തുവാനായിട്ടാണ്. ദുഃഖിതന്മാരിൽ അനുകമ്പയുള്ള ആ ഭഗവാനാൽ മുമ്പ് തന്നെ എൻ്റെ നേരെ അനുഗ്രഹം ചെയ്യപ്പെട്ടു. ബ്രഹ്മൻ ഭഗവൻ അത് സമ്പൂർണമാക്കുവാനാണ് അങ്ങ് ഇവിടെ വന്നത്. അപ്പോൾ ഹേ ബ്രഹ്മൻ, ഹേ ഭഗവൻ, നിങ്ങളിൽ നിന്ന് ആ ആത്മജ്ഞാനലാഭം എനിക്ക് ഉണ്ടാകുമെന്ന് ദുഃഖിതന്മാരിൽ കരുണയോടുകൂടിയ ആ ശ്രീഹരിയാൽ എനിക്ക് അനുഗ്രഹം നൽകപ്പെട്ടിരുന്നു. അതിനെ സാധിപ്പിക്കുവാനായിക്കൊണ്ട് നിങ്ങൾ ആഗമിച്ചിരിക്കുന്നു. ഇതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ പൃഥുരുവാച മഹാരാജാവ് പറയണം, പൂർവമേവ ഹരിണാമേനുഗ്രഹകൃത, മുമ്പ് തന്നെ ആ ഹരിയാൽ എനിക്ക് അനുഗ്രഹം ചെയ്യപ്പെട്ടു. പൂർവമേവ ഹരിണാമേനുഗ്രഹകൃത തം സമ്പാദയിതും, അത് ലഭിക്കാനായിട്ട് യൂയം പ്രാപ്താഹ, നിങ്ങളെപ്പോലെയുള്ളവരെ പ്രാപ്തമാക്കിയിരിക്കുന്നു. തം സമ്പാദയിതും യൂയം പ്രാപ്താഹ, അത് സമ്പാദിക്കാനായിട്ട് നിങ്ങളെപ്പോലുള്ള ഭഗവാന്മാരെ എനിക്ക് പ്രാപ്തമാക്കിയിരിക്കുന്നു. എന്നുകൂടി പറയാം. പൃഥുരുവാച പൂർവമേവ ഹരിണാമേനുഗ്രഹകൃത, മുമ്പ് തന്നെ ആ ഹരിയാൽ എനിക്ക് അനുഗ്രഹം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. തം സമ്പാദയിതും, അതിനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് യൂയം, നിങ്ങളെപ്പോലുള്ളവരെ പ്രാപ്താഹ, എനിക്ക് പ്രാപ്തമാക്കി. അപ്പോൾ അന്തവ്യാഖ്യാനം വന്നിട്ട് പൃഥുരുവാച പൂർവമേവ ഹരിണാമേനുഗ്രഹകൃത തം സമ്പാദയിതും യൂയം പ്രാപ്താഹ. അടുത്ത ശ്ലോകം 43. നിഷ്പാദിതശ്ച കാസ്നേന ഭഗവദ്ഭിർഘൃണാലുഭിഃ സാധുച്ഛിഷ്ടം ഹി മേ സർവമാത്മനാ സഹ കിം ദദേ. നിഷ്പാദിതശ്ച കാസ്നേന ഭഗവദ്ഭിർഘൃണാലുഭിഃ സാധുച്ഛിഷ്ടം ഹി മേ സർവമാത്മനാ സഹ കിം ദദേ. ദയാശീലരായിരിക്കുന്ന ആ ഭവാന്മാരാൽ, ഘൃണാലുഭിഃ ഭഗവദ്ഭിഃ, ദയാശീലരായിരിക്കുന്ന ആ ഭവാന്മാരാൽ ആ പൂർണ്ണമായിട്ടും അത് നിർവഹിക്കപ്പെടുകയും ചെയ്തു. ആ അനുഗ്രഹം നമുക്ക് പൂർണ്ണമായിട്ടും തന്നിട്ട് എനിക്ക് ആത്മജ്ഞാനത്തെ ഉണ്ടാക്കി പറഞ്ഞു തന്നു അർത്ഥം. ആ ശരീരസഹിതം എൻ്റെ ആ സർവസ്വവും ആ സജ്ജനങ്ങളുടെ ഉച്ഛിഷ്ടമാണ്. അതിനാൽ ഞാൻ എന്താണ് ഇനി തിരിച്ചു തരിക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ദയാശീലരായിരിക്കുന്ന ആ ഭഗവാന്മാരാൽ അത് പൂർണ്ണമായിട്ടും നിർവഹിക്കപ്പെടുകയും ചെയ്തു. ആ ഇതിനെ അനുഗ്രഹത്തെ കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് വന്നതാണല്ലോ എന്ന് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ട് എന്നെ എനിക്ക് ആത്മോപദേശമൊക്കെ സാധിപ്പിച്ചു തന്നു. അതുകൊണ്ട് ദയാശീലന്മാരായിട്ടുള്ള ഭഗവാന്മാരാൽ അത് പൂർണ്ണമായിട്ടും നിർവഹിക്കപ്പെടുകയും ചെയ്തു എന്ന് പറയുകയാണ് മഹാരാജാവ്. അങ്ങനെ ശരീരസഹിതം എൻ്റെ സർവസ്വവും ആ സജ്ജനങ്ങളുടെ ഉച്ഛിഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ ശരീരത്തിലുള്ള സർവ്വതും ആ സജ്ജനങ്ങളുടെ ഉച്ഛിഷ്ടമാണ്. അതിനാൽ ഞാൻ ഇനി എന്താണ് തരിക എന്നുള്ളതാണ് ചോദിച്ചത്. അതിലത്തെ പദങ്ങളെ ഘൃണാലുഭിഃ, ദയാശീലരായിരിക്കുന്ന ഭഗവദ്ഭിഃ, ഭഗവാന്മാരാൽ, കാസ്നേന, അത് പൂർണ്ണമായും, നിഷ്പാദിതഃ ച, നിർവഹിക്കപ്പെടുകയും ചെയ്തു. ആത്മനാ സഹ, ശരീരസഹിതം, മേ സർവം, എൻ്റെ സർവസ്വവും, സാധുച്ഛിഷ്ടം, സജ്ജനങ്ങളുടെ ഉച്ഛിഷ്ടമാണ്, ഹി, അതിനാൽ, കിം ദദേ, ഞാൻ എന്താണ് തരിക. ഒന്നുകൂടി പറയാം. ഘൃണാലുഭിഃ, ദയാശീലന്മാരായിരിക്കുന്ന ഭഗവദ്ഭിഃ, ഭഗവാന്മാരാൽ, കാസ്നേന, അത് പൂർണ്ണമായും, നിഷ്പാദിതഃ ച, നിർവഹിക്കപ്പെടുകയും ചെയ്തു. ആത്മനാ സഹ, ശരീരസഹിതം, മേ സർവം, എൻ്റെ സർവസ്വവും, സാധുച്ഛിഷ്ടം, സജ്ജനങ്ങളുടെ ഉച്ഛിഷ്ടവുമാണ്, ഹി, അതിനാൽ, കിം ദദേ, ഞാൻ എന്താണ് തരിക. എന്നിട്ട് അന്വയം വന്നിട്ട് ഘൃണാലുഭിഃ ഭഗവദ്ഭിഃ കാസ്നേന നിഷ്പാദിതഃ ച ആത്മനാ സഹ മേ സർവം സാധുച്ഛിഷ്ടം ഹി കിം ദദേ. ഒന്നും കൂടി പറയാം. ഘൃണാലുഭിഃ ഭഗവദ്ഭിഃ കാസ്നേന നിഷ്പാദിതഃ ആത്മനാ സഹ മേ സർവം സാധുച്ഛിഷ്ടം ഹി കിം ദദേ.
ദയാശീലന്മാരായിരിക്കുന്ന ഭവാന്മാരാൽ പൂർണ്ണമായിട്ടും അതിനെ നിർവഹിക്കപ്പെടുകയും ചെയ്തു. ശരീരസഹിതം എൻ്റെ സർവസ്വവും സജ്ജനങ്ങളുടെ ഉച്ഛിഷ്ടമാണ്. അതിനാൽ ഞാൻ എന്താണ് തരിക? ഘൃണാലുഭിഹി ദയാശീലരായ ഭഗവദ്ഭിഹി ഭവാന്മാരാൽ കാസ്നേന അത് പൂർണ്ണമായും നിർവഹിക്കപ്പെടുകയും നിർവഹിക്കപ്പെടുകയും ചെയ്തു. ആത്മനാ സഹ ശരീരസഹിതം മേ സർവം എൻ്റെ സർവസ്വവും സാധുച്ഛിഷ്ടം സജ്ജനങ്ങളുടെ ഉച്ഛിഷ്ടമാണ്. ഹി അതിനാൽ കിം ദദേ ഞാൻ എന്താണ് തരിക? അതിലത്തെ അന്വയം വന്നിട്ട് ഘൃണാലുഭി ഭഗവദ്ഭി കാസ്നേന നിഷ്പാദിതഃ ച ആത്മനാ സഹ മേ സർവം സാധുച്ഛിഷ്ടം ഹി കിം ദദേ. എന്നുകൂടി പറയാം. ഘൃണാലുഭി ഭഗവദ്ഭി കാസ്നേന നിഷ്പാദിതഃ ച ആത്മനാ സഹ മേ സർവം സാധുച്ഛിഷ്ടം ഹി കിം ദദേ. ദയാശീലന്മാരായിരിക്കുന്ന ഭവാന്മാരാൽ അത് പൂർണ്ണമായിട്ടും നിർവഹിക്കപ്പെടുകയും ചെയ്തു. ആ ശരീരസഹിതം എൻ്റെ സർവസ്വവും ആ സജ്ജനങ്ങളുടെ ഉച്ഛിഷ്ടമാണ്. അതിനാൽ ഞാൻ എന്താണ് തരിക എന്നുള്ളതാണ് ചോദിച്ചത്. ദയാലുക്കളും സർവജ്ഞരും ആയിരിക്കുന്ന ഭവാന്മാരാൽ ഭഗവത് അനുഗ്രഹം പൂർണ്ണമായിട്ടും സഫലീകരിക്കപ്പെട്ടു. എനിക്കുള്ളതായി കാണുന്ന സർവ്വതും ശരീരം പോലും ആ സജ്ജനങ്ങൾ കനിഞ്ഞരുളിയതാണ്. സ്വന്തമായിട്ട് ഒന്നിനും ഉടമയല്ലാത്ത ഞാൻ ഭവാന്മാർക്ക് എന്താണ് ദാനം ചെയ്യുവാൻ ശക്തനാവുക എന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദയാലുക്കളും സർവജ്ഞരുമായിരിക്കുന്ന ഭവാന്മാരാൽ അത് സമ്പൂർണ്ണമാക്കപ്പെട്ടു. എൻ്റെ ശരീരത്തോടുകൂടി ആ രാജ്യാദികളെല്ലാം സജ്ജനങ്ങളാൽ പ്രസാദരൂപേണ ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഗുരുദക്ഷിണയായിട്ട് ഇനി എന്തു തരും? ഭഗവാനിൽ നിന്ന് അന്യന്മാരും കൃപാലുക്കളും ആയിരിക്കുന്ന നിങ്ങൾ ആ ഭഗവാൻ നൽകിയ അനുഗ്രഹത്തെ പരിപൂർണമായിട്ട് സാധിപ്പിച്ചു. നിങ്ങൾക്ക് ഞാൻ ഗുരുദക്ഷിണ ചെയ്യേണ്ടത് എന്താണ്? പക്ഷേ എന്താണ് ഞാൻ നൽകേണ്ടത്? എൻ്റെ സ്വന്തമായിട്ട് എനിക്ക് യാതൊന്നും ഇല്ലല്ലോ. എൻ്റെ ശരീരവും രാജ്യാദി സർവവും സാധുക്കളുടെ അനുഗ്രഹത്താൽ എനിക്ക് സിദ്ധിച്ചതാകിയാൽ അതെല്ലാം സാധുക്കളുടേതാകുന്നു. അവയെ ദാനം ചെയ്യുവാൻ എനിക്ക് അധികാരമില്ല എന്നുള്ളതാണ് ആ പൃഥ്വിമഹാരാജാവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലത്തെ എന്താണ് വ്യാഖ്യാനം വന്നിട്ട് തത് ഭവദ്ഭിഹി സമ്പാദിതം. അപ്പോൾ ആ ഭവാന്മാരാൽ എനിക്ക് സമ്പാദിതം യുഷ്മഭ്യം ഗുരുദക്ഷിണാർത്ഥം കിം ദദേ. നിങ്ങളിതൊക്കെ എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട് തന്നു ഈ ഉപദേശങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്താണ് യുഷ്മഭ്യം, നിങ്ങൾക്ക് ഞാൻ എന്താണ് ഗുരുദക്ഷിണാർത്ഥം കിം ദദേ, ഗുരുദക്ഷിണാർത്ഥമായിട്ട് ഞാൻ എന്താണ് തരുന്നത്? തത് ഭവദ്ഭിഹി സമ്പാദിതം യുഷ്മഭ്യം ഗുരുദക്ഷിണാർത്ഥം കിം ദദേ. അപ്പോൾ അങ്ങയിൽ നിന്നും ഞാൻ സമ്പാദിച്ചിട്ടുള്ള ഈ ആത്മജ്ഞാനത്തിൻ്റെ പ്രതിഫലമായിട്ട് അങ്ങക്ക് എന്ത് ഗുരുദക്ഷിണയാണ് തരേണ്ടത്? തദ്ഭവദ്ഭിഹി സമ്പാദിതം യുഷ്മഭ്യം ഗുരുദക്ഷിണാർത്ഥം കിം ദദേ എന്നുള്ളതാണ് അതിൻ്റെ ആ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. പ്രാണാദാരാ സുതാ ബ്രഹ്മൻ ഗൃഹാശ്ച സപരിച്ഛദാ രാജ്യം ബലം മഹീകോശ ഇത് സർവം നിവേദിതം. അല്ലയോ ബ്രഹ്മൻ, ഞാൻ ആ പ്രാണങ്ങൾ, അതുപോലെ ദാരാഹ സുതാഹ പത്നീപുത്രന്മാർ, ആ എല്ലാ ഉപകരണങ്ങളോടും കൂടിയിരിക്കുന്ന ഗൃഹഭവനങ്ങൾ, ആ ഗൃഹഭവനങ്ങൾ, അതുപോലെ രാജ്യം ബലം സൈന്യം, ആ ഭൂമി, അതുപോലെ രാജഭണ്ഡാരം, ഇങ്ങനെ സർവവും ഞാൻ രാജ്യത്തിനായിട്ട് സമർപ്പണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാണാദാരാസുതാ ബ്രഹ്മൻ ഗൃഹാശ്ച സപരിച്ഛദാ രാജ്യം ബലം മഹീകോശ ഇത് സർവം നിവേദിതം. എന്നാൽ എല്ലാം ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സമർപ്പണം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മൻ, പ്രാണാഹ പ്രാണങ്ങൾ, ദാരാഹ സുതാഹ പത്നി പുത്രന്മാർ, സപരിച്ഛദാഹ എല്ലാ ഉപകരണങ്ങളോടും കൂടിയ ഗൃഹാഹ ഭവനങ്ങൾ, രാജ്യം ബലം സൈന്യം, മഹി ഭൂമി,
കോശഹച്ച രാജഭണ്ഡാരം, ഇത് സർവം ഇങ്ങനെ സർവവും നിവേദിതം സമർപ്പണം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒന്നുകൂടി പറയാം. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മൻ, പ്രാണാഹ പ്രാണങ്ങൾ, ദാരാഹ സുതാഹ പത്നി പുത്രന്മാർ, സപരിച്ഛദാഹ എല്ലാ ഉപകരണങ്ങളോടും കൂടിയ, ഗൃഹാഹ ഭവനങ്ങൾ, രാജ്യം ബലം സൈന്യം, മഹീ ഭൂമി, കോശഹച്ച രാജഭണ്ഡാരം, ഇത് സർവം ഇങ്ങനെ സർവവും നിവേദിതം സമർപ്പണം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് തന്വയം. ഹേ ബ്രഹ്മൻ, പ്രാണാഹ ദാരാഹ സുതാഹ സപരിച്ഛദാഹ ഗൃഹാഹ രാജ്യം ബലം മഹീ കോശഹച്ച ഇത് സർവം നിവേദിതം. എന്നുകൂടി പറയാം. ഹേ ബ്രഹ്മൻ, പ്രാണാഹ ദാരാഹ സുതാഹ സപരിച്ഛദാഹ. സപരിച്ഛദാഹ. അപ്പോൾ അല്ലയോ ബ്രഹ്മൻ, ആ പ്രാണങ്ങൾ, ഒന്നുകൂടി അതിലത്തെ അന്വയം പറയാം. ഹേ ബ്രഹ്മൻ, പ്രാണാഹ ദാരാഹ സുതാഹ സപരിച്ഛദാഹ ഗൃഹാഹ രാജ്യം ബലം മഹീ കോശഹച്ച. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കുള്ളതായി കാണുന്ന സർവ്വതും, ശരീരം പോലും ആ സജ്ജനങ്ങൾ കരിഞ്ഞരുളിയതാണെന്ന് പറയും. സ്വന്തമായിട്ടൊന്നിനും ഉടമയില്ലാത്ത ഞാൻ ഭഗവാന്മാർക്ക് എന്താണ് ദാനം ചെയ്യുവാൻ ശക്തനാവുക എന്ന് ചോദിച്ചു. അല്ലയോ ബ്രഹ്മൻ, എങ്കിലും ഇപ്പോൾ എൻ്റെ സ്വാധീനത്തിലിരിക്കുന്ന എൻ്റെ പ്രാണൻ, പത്നി, പുത്രന്മാർ, രാജധാനി, ഉപകരണങ്ങൾ, രാജ്യം, സൈന്യം, ഭൂമി, ഭണ്ഡാരം എന്നീ പ്രകാരമുള്ള സർവ്വതും ഭഗവാന്മാർക്കായിട്ട് സമർപ്പിക്കുന്നു. രാജ്യാവകാശം, സേനാധിപത്യം, ശിക്ഷാ നടപടികൾ മുതലായവയ്ക്കുള്ള അധികാരം, ലോകങ്ങളുടെ ആധിപത്യം എന്നിവയെല്ലാം ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ രാജ്യത്തിനായിട്ട് സമർപ്പിച്ചിട്ടുള്ള ഈ സംഗതികളെല്ലാം തന്നെ ഞാൻ അങ്ങയ്ക്കായിട്ട്, സാധുക്കൾക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അങ്ങയെപ്പോലുള്ള സജ്ജനങ്ങൾക്കായിട്ട് ദാനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഹേ ബ്രഹ്മൻ, ഇതെല്ലാം നിങ്ങളുടേത് തന്നെയാണെങ്കിലും എനിക്ക് അതിന്മേൽ സ്വന്തം ആണെന്നുള്ള അഭിമാനം ഉള്ളതുകൊണ്ട് അവയെല്ലാം ഞാൻ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്നു പറയണം. പ്രാണങ്ങൾ, ഭാര്യ, പുത്രന്മാർ, ഗൃഹങ്ങൾ, ഉപകരണങ്ങൾ, രാജ്യം, സൈന്യം, ഭൂമി, ഭണ്ഡാരം എന്നിവ സർവ്വതും നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്നു. സൈന്യത്തിൻ്റെ നേതൃത്വം, രാജ്യം, ശിക്ഷാധികാരിത്വം, സർവ്വലോകങ്ങളുടെയും ആധിപത്യം എന്നിവ സർവസ്വവും വേദശാസ്ത്രങ്ങളെ അറിഞ്ഞിരിക്കുന്ന ബ്രാഹ്മണന് യോഗ്യമായതാകുന്നു എന്ന് പറഞ്ഞിട്ട് അതെല്ലാം സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയാണ്. ബ്രഹ്മൻ, പ്രാണങ്ങൾ, പത്നി, പുത്രന്മാർ, ഗൃഹങ്ങൾ, ഉപകരണങ്ങൾ, രാജ്യം, സൈന്യം, ഭൂമി, ഭണ്ഡാരം ഇതെല്ലാം എന്നാൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നോക്കാം നമുക്ക്. വ്യാഖ്യാനത്തിൽ തഥാപി, അതുപോലെ പ്രാണാഹ ദാരാഹ, പ്രാണൻ, ദാരാഹ എന്ന് പറഞ്ഞാൽ പത്നി, പുത്രാഹ, സപരിച്ഛദാഹ പരിവാരങ്ങൾ, ഗൃഹ ഭവനം, രാജ്യം, സൈന്യം, മഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി, കോശ, രാജ്യത്തിൻ്റെ അവകാശം, ഇതെല്ലാം ഇത് സർവം ഭവതാം നിവേദിതം, ഇതെല്ലാം നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറയുകയാണ്. തഥാപി പ്രാണാഹ ദാരാഹ പുത്രാഹ സപരിച്ഛദാഹ ഗൃഹാഹ രാജ്യം, സൈന്യം, മഹി, കോശ ഇത് സർവം ഭവതാം നിവേദിതം, ഞാനിതെല്ലാം തന്നെ അങ്ങക്ക് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അടുത്തതിൽ കുറച്ചും കൂടി ബാക്കിയുള്ള ഭാഗങ്ങൾ. സൈന്യാപത്യം ച രാജ്യം ച 45-ാമത്തെ ശ്ലോകം. സൈനാപത്യം ച രാജ്യം ച ദണ്ഡനേതൃത്വമേവ ച സർവലോകാധിപത്യം ച വേദശാസ്ത്രവിദർഹതി. സൈനാപത്യം ച രാജ്യം ച ദണ്ഡനേതൃത്വമേവ ച സർവലോകാധിപത്യം ച വേദശാസ്ത്രവിദർഹതി. ആ സേനാനായകത്വം, പിന്നെ രാജ്യാധികാരം, പിന്നെ ശിക്ഷാധികാരി എന്ന അവസ്ഥ, അതുപോലെ സർവ്വലോകങ്ങളുടെയും അധിപൻ എന്ന പദവി, അതുപോലെ വേദാംഗജ്ഞനായിരിക്കുന്ന ഇതൊക്കെ വേദാംഗജ്ഞനായിരിക്കുന്ന ബ്രാഹ്മണൻ മാത്രം അർഹിക്കുന്ന വസ്തുക്കളാണ്. സേനാനായകത്വം, രാജ്യാധികാരം, ശിക്ഷാധികാരി എന്ന അവസ്ഥ, സർവലോകാധിപത്യം ഇവയെല്ലാം ഇങ്ങനെയുള്ള എല്ലാം ആ ബ്രാഹ്മണർക്ക് മാത്രം അർഹിക്കപ്പെട്ടതാണെന്നാണ് പറയുന്നത്.
അപ്പോൾ സൈന്യാധിപത്യം ച രാജ്യം ച ദണ്ഡനേതൃത്വം ഏവ ച സർവലോകാധിപത്യം വേദശാസ്ത്രവിത് അർഹതി. അപ്പോൾ സൈന്യാധിപത്യം ച സേനാനായകത്വം, രാജ്യം ച രാജ്യാധികാരം, ദണ്ഡനേതൃത്വം ഏവ ച ശിക്ഷാധികാരി എന്ന അവസ്ഥ, സർവലോകാധിപത്യം ച സർവലോകങ്ങളുടെയും അധിപൻ എന്ന പദവി, ഇവയെല്ലാം വേദശാസ്ത്രവിത് വേദാംഗജ്ഞനായിരിക്കുന്ന ബ്രാഹ്മണൻ മാത്രം അർഹിക്കുന്നതാകുന്നു. അപ്പോൾ തന്വയം വന്നിട്ട് സൈനാപത്യം ച രാജ്യം ച ദണ്ഡനേതൃത്വം ഏവ ച സർവലോകാധിപത്യം ച വേദശാസ്ത്രവിത് അർഹതി. സൈനാപത്യം ച രാജ്യം ച ദണ്ഡനേതൃത്വം ഏവ ച സർവലോകാധിപത്യം ച വേദശാസ്ത്രവിൽ അർഹതി. അപ്പോൾ സേനാനായകത്വം, രാജ്യാധികാരം, ശിക്ഷാധികാരി എന്ന അവസ്ഥ, സർവലോകാധിപത്യം സർവലോകങ്ങളുടെയും അധിപൻ എന്ന പദവി ആ വേദാംഗജ്ഞനായിരിക്കുന്ന ബ്രാഹ്മണൻ മാത്രം അർഹിക്കുന്നതാകുന്നു എന്നുള്ളത് പറയുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. രാജ്യാവകാശം, സേനാധിപത്യം, ശിക്ഷാ നടപടികൾ മുതലായവയ്ക്കുള്ള അധികാരം, ലോകങ്ങളുടെ ആധിപത്യം എന്നിവയെല്ലാം വേദാംഗാദി ശാസ്ത്രങ്ങൾ അറിയുന്ന ബ്രാഹ്മണർക്ക് അവകാശപ്പെട്ടതാണ്. സേനാധിപത്യവും രാജ്യവും ശാസിതാവിൻ്റെ അധികാരവും സർവ്വലോകങ്ങളുടെയും ആധിപത്യവും വേദശാസ്ത്രാദികൾ അറിയുന്ന ബ്രാഹ്മണൻ തന്നെ അറിയിക്കുന്നു. ക്ഷത്രിയന് അതിൽ സ്വത്വമില്ല. അപ്പോൾ ശരീരവും രാജ്യാദി സർവ്വവും സാധുക്കളുടെ അനുഗ്രഹത്താൽ എനിക്ക് സിദ്ധിച്ചതാകാൻ അതെല്ലാം സാധുക്കളുടേതാകുന്നു. അവയെ ദാനം ചെയ്യുവാൻ എനിക്ക് അധികാരമില്ല. ബ്രഹ്മൻ, ഇതെല്ലാം നിങ്ങളുടേതു തന്നെയാണെങ്കിലും എനിക്കതിന്മേൽ സ്വന്തമാണെന്നുള്ള അഭിമാനമുള്ളത് കൊണ്ട് അവയെല്ലാം നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്നു. പ്രാണങ്ങൾ, ഭാര്യാപുത്രന്മാർ, ഗൃഹങ്ങൾ, ഉപകരണങ്ങൾ, രാജ്യം, സൈന്യം, ഭൂമി, ഭണ്ഡാരം എന്നിവ സർവവും നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്നു. സൈന്യത്തിൻ്റെ നേതൃത്വം, രാജ്യം, ശിക്ഷാധികാരിത്വം, സർവ്വലോകങ്ങളുടെയും ആധിപത്യം എന്നിവ സർവവും വേദശാസ്ത്രങ്ങളെ അറിഞ്ഞിരിക്കുന്ന ബ്രാഹ്മണർക്ക് യോഗ്യമായിട്ടുള്ളതാകുന്നു. ഇതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് നോക്കാം. വ്യാഖ്യാനത്തിൽ വേദശാസ്ത്രവിത് സൈന്യാപത്യം, വേദശാസ്ത്രങ്ങളിലെ പ്രവീണരായിരിക്കുന്ന ബ്രാഹ്മണർക്കാണ് സൈനാപത്യം, രാജ്യം, ദണ്ഡനേതൃത്വം ആദി അർഹതി, അതിനൊക്കെ അർഹതയുള്ളത് അവർക്കാണെന്നർത്ഥം. വേദശാസ്ത്രവിത് സൈനാപത്യം, രാജ്യം, ദണ്ഡനേതൃത്വാദിശ്ചാർഹതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേദശാസ്ത്രവിത് സൈനാപത്യം, രാജ്യം, ദണ്ഡനേതൃത്വാദീംശ്ചാർഹതി എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനം വന്നിരിക്കുക. അപ്പോൾ അടുത്ത 46ാമത്തെ ശ്ലോകം നോക്കാം. സ്വമേവ ബ്രഹ്മണോ ഭുങ്ക്തേ സ്വം വസ്തേ സ്വം ദദാതി ച തസ്യൈവാനുഗ്രഹേണാന്നം ഭുഞ്ജതേ ക്ഷത്രിയാദയഃ. സ്വമേവ ബ്രാഹ്മണോ ഭുങ്ക്തേ സ്വം വസ്തേ സ്വം ദദാതി ച തസ്യൈവാനുഗ്രഹേണാന്നം ഭുഞ്ജതേ ക്ഷത്രിയാദയഃ. ബ്രാഹ്മണൻ സ്വന്തമായത് മാത്രം ഭുജിക്കണം, തൻ്റേതു തന്നെ മാത്രം ഉള്ളത് ഉടുക്കണം, തൻ്റേതു തന്നെ മാത്രം ഉള്ളതിന് ദാനം ചെയ്യുകയും ചെയ്യുന്നു. ആ ബ്രാഹ്മണൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണ് ആ ക്ഷത്രിയാദികൾ അന്നം ഭുജിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സ്വമേവ ബ്രാഹ്മണോ ഭുങ്ക്തേ, ബ്രാഹ്മണൻ സ്വന്തം ആയത് മാത്രം കഴിക്കുന്നു. വസ്തേ സ്വം ദദാതി ച, സ്വന്തമായതിനെ മാത്രം, സ്വം വസ്തേ തൻ്റേതു തന്നെ ഉടുക്കുന്നു, സ്വം തൻ്റേതു തന്നെ ദദാതിച്ച കൊടുക്കുന്നു, തൻ്റേതു തന്നെ ദാനം ചെയ്യുകയും ചെയ്യുന്നു. തസ്യ ആ ബ്രാഹ്മണൻ്റെ അനുഗ്രഹേണ ഏവ അനുഗ്രഹത്താൽ മാത്രമാണ് ക്ഷത്രിയാദികൾ അന്നം ഭുങ്ക്തേ അന്നം ഭുജിക്കുന്നത്. അപ്പം ബ്രാഹ്മണൻ സ്വം ഏവ സ്വന്തമായത് മാത്രം ഭുങ്ക്തേ ഭുജിക്കുന്നു.
സ്വം വസ്തേ തൻ്റേതു തന്നെ മാത്രം ഉടുക്കുന്നു. സ്വം തൻ്റേതു തന്നെ ദദാതിച്ച ദാനം ചെയ്യുകയും ചെയ്യുന്നു. തസ്യ ആ ബ്രാഹ്മണൻ്റെ അനുഗ്രഹേണ ഏവ അനുഗ്രഹത്താൽ മാത്രമാണ് ക്ഷത്രിയാദയ ക്ഷത്രിയാദികൾ അന്നം ഭുങ്ക്തേ അന്നം ഭുജിക്കുന്നത്. ബ്രാഹ്മണ ബ്രാഹ്മണൻ സ്വം ഏവ സ്വന്തമായത് മാത്രം ഭുങ്ക്തേ ഭുജിക്കുന്നു. സ്വം വസ്തേ തൻ്റേതു തന്നെ ഉടുക്കുന്നു. സ്വം തൻ്റേതു തന്നെ ദദാതിച്ച ദാനം ചെയ്യുകയും ചെയ്യുന്നു. തസ്യ ആ ബ്രാഹ്മണൻ്റെ അനുഗ്രഹേണ ഏവ അനുഗ്രഹത്താൽ മാത്രമാണ് ക്ഷത്രിയാദയ ക്ഷത്രിയാദികൾ അന്നം ഭുങ്ക്തേ അന്നം ഭുജിക്കുന്നത്. ഇതിലത്തെ അന്വയം വന്നിട്ട് ബ്രാഹ്മണ സ്വം ഏവ ഭുങ്ക്തേ സ്വം വസ്തേ സ്വം ദദാതിച്ച തസ്യ അനുഗ്രഹേണ ക്ഷത്രിയാദയ അന്നം ഭുങ്ക്തേ. എന്നുകൂടി പറയാം. ബ്രാഹ്മണ സ്വം ഏവ ഭുങ്ക്തേ സ്വം വസ്തേ സ്വം ദദാതിച്ച തസ്യ അനുഗ്രഹേണ ഏവ ക്ഷത്രിയാദയ അന്നം ഭുങ്ക്തേ. ബ്രാഹ്മണൻ സ്വന്തമായത് മാത്രം ഭുജിക്കുന്നു, തൻ്റേത് മാത്രം ഉടുക്കുന്നു, തൻ്റേത് തന്നെ ഉടുക്കുന്നു, തൻ്റേത് തന്നെ ദാനം ചെയ്യുകയും ചെയ്യുന്നു. ആ ബ്രാഹ്മണൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണ് ക്ഷത്രിയാദികൾ അന്നം ഭുജിക്കുന്നത്. ആണ് ബ്രാഹ്മണ സ്വമേവ ഭുങ്ക്തേ സ്വം വസ്തേ സ്വം ദദാതിച്ച തസ്യ അനുഗ്രഹേണ ഏവ ക്ഷത്രിയാദയ അന്നം ഭുങ്ക്തേ. അപ്പോൾ ബ്രാഹ്മണർക്ക് ബ്രാഹ്മണർ അവരാണ് ഇതിൻ്റെ എല്ലാം ഉടമസ്ഥർ. ബ്രാഹ്മണരാണ് ഇതിൻ്റെ എല്ലാം ഉടമസ്ഥർ. ബ്രാഹ്മണർ ഭുജിക്കുന്നത് അവരുടെ ആഹാരം തന്നെ, ധരിക്കുന്നത് അവരുടെ തന്നെ ആയിരിക്കുന്ന വസ്ത്രം, ദാനം ചെയ്യുന്നതും അവരുടെ സ്വത്ത് തന്നെ. എന്നാൽ ക്ഷത്രിയാദികൾ അബ്രാഹ്മണർ സ്വന്തം ക്ഷത്രിയാദികൾ അബ്രാഹ്മണർ ഇങ്ങനെയുള്ളവർക്ക് സ്വന്തം അവരൊന്നും സ്വന്തം സ്വത്തല്ല അനുഭവിക്കുന്നത്. ബ്രാഹ്മണർ അനുവദിച്ചരുളിയത് മാത്രമാണ് അവർ അനുഭവിക്കുന്നതെന്ന് അർത്ഥം. ബ്രാഹ്മണർ അനുവദിച്ചരുളിയത് മാത്രമാണ് അവർ അനുഭവിക്കുന്നതെന്നർത്ഥം. അപ്പോൾ ബ്രാഹ്മണൻ തൻ്റെ തന്നെ അന്നം ഭുജിക്കുകയും തൻ്റെ തന്നെ വസ്ത്രമെടുക്കുകയും തൻ്റെ തന്നെ ധനാദികൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ക്ഷത്രിയാദികൾ ആ ബ്രാഹ്മണൻ്റെ അനുഗ്രഹത്താൽ സിദ്ധിച്ച അന്നം ഭുജിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബ്രാഹ്മണൻ സ്വന്തമായ അന്നം ഭുജിക്കുന്നു, സ്വന്തമായ വസ്ത്രം ധരിക്കുന്നു, സ്വന്തമായതിന് അന്യർക്ക് കൊടുക്കുന്നു. ബ്രാഹ്മണൻ്റെ അനുഗ്രഹത്താൽ തന്നെ ക്ഷത്രിയാദികൾ അന്നം ഭുജിക്കുന്നു. അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് ബ്രാഹ്മണ സ്വമേവ ഭുങ്ക്തേ ബ്രാഹ്മണർ സ്വയം ഉള്ളത് ഭക്ഷിക്കുന്നു. സ്വമേവ ദദാതി സ്വന്തമുള്ളത് കൊടുക്കുന്നു. തസ്യാനുഗ്രഹേണ അവരുടെ അനുഗ്രഹത്താൽ ക്ഷത്രിയന്മാർ കേവലം അന്നം ഭുഞ്ചതേ കേവലം ആ അന്നത്തെ ഭുജിക്കുന്നു. തന്നെയാണ് വ്യാഖ്യാനത്തിൽ. ബ്രാഹ്മണ സ്വമേവ ഭുങ്ക്തേ ബ്രാഹ്മണർ സ്വയമേവ ഭുജിക്കുന്നു. സ്വമേവ ദദാതി സ്വന്തം ഉള്ളത് കൊടുക്കുന്നു. തസ്യാനുഗ്രഹേണ അവരുടെ അനുഗ്രഹം കൊണ്ട് ക്ഷത്രിയാദികളെ കേവലം അന്നത്തെ ഭുജിക്കുന്നു. അന്നം ഭുഞ്ചതേ നതുദാനേ സ്വതന്ത്ര ഭുജിക്കുന്നു. ദാനം ചെയ്യാനും ഈ കിട്ടിയത് മാത്രമാണ് ദാനം ചെയ്യപ്പെടുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് വ്യാഖ്യാനം വന്നിട്ട് ബ്രാഹ്മണ സ്വമേവ ഭുങ്ക്തേ സ്വമേവ ദദാതി തസ്യാനുഗ്രഹേണ ക്ഷത്രിയാദയ കേവലമന്നം ഭുഞ്ചതേ നതു ദാനേ സ്വതന്ത്രാഃ എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 47-ാമത്തെ. യൈരീതൃശീ ഭഗവതോ ഗതിരാത്മവാദേ ഏകാന്തതോ നിഗമിഭി പ്രതിപാദിതാന തുഷ്യന്വദഭ്രകരുണാഃ സ്വകൃതേന നിത്യം കോ നാമ തൽ പ്രതികരോതി വിനോദപാത്രം. യൈരീദൃശീ ഭഗവതോ ഗതിരാത്മവാദേ ഏകാന്തതോ നിഗമിഭി പ്രതിപാദിതാന തുഷ്യന്വദഭ്രകരുണാഃ സ്വകൃതേന നിത്യം കോ നാമ തൽ പ്രതികരോതി വിനോദപാത്രം. അപ്പം യാതൊരു ആ ദേവജ്ഞന്മാരാൽ യൈഹി നിഗമിഭിഹി ആ ദേവജ്ഞന്മാരാൽ നമുക്ക് ആ അധ്യാത്മ വിഷയത്തിൽ ആ ഭഗവാന്റേതായിരിക്കുന്ന ഏകാന്തമായിരിക്കുന്ന ഗതി ഇന്ന വിധം എന്ന് ഉപദേശിക്കപ്പെട്ടുവോ, അത് അല്പമല്ലാത്ത ആ കാരുണ്യശാലികളായിരിക്കുന്ന അവർ തങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ എപ്പോഴും സന്തുഷ്ടരാകണമേ.
അങ്ങനെ കൂപ്പുകൈ ഒഴികെ എന്താണ് അവർക്ക് ഇനി പ്രത്യുപകാരം ആയിട്ട് ചെയ്യാനുള്ളത്? യൈരീദൃശീ ഭഗവതോ ഗതിരാത്മവാദേ ഏകാന്തതോ നിഗമിഭി പ്രതിപാദിതാന തുഷ്യന്വദഭ്രകരുണാസ്വകൃതേന നിത്യം കോ നാമതൽ പ്രതികരോതി വിനോദപാത്രം. ഒരു കൂപ്പുകൈ തരാം എന്നല്ലാതെ ഈ ആത്മഗതിയെപ്പറ്റി ഇന്ന വിധത്തിലാണെന്ന് ഉപദേശിക്കപ്പെട്ടിരിക്കുന്ന ഇവർ എത്രയോ കാരുണ്യശാലികളാണ്. അവർക്ക് അവർ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് തന്നെ സന്തുഷ്ടരാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ആ കൂപ്പുകൈ മാത്രം തന്നിട്ട് പ്രത്യുപകാരം ചെയ്യാമെന്ന് പറയുകയാണ്. ഇപ്പോഴത്തെ പദങ്ങൾ നോക്കാം. യൈഹി യാതൊരു നിഗമിഭിഹി ദേവജ്ഞന്മാരാൽ നഹ നമുക്ക് ആത്മവാദേ ആധ്യാത്മവിഷയത്തിൽ ഭഗവതഃ ഭഗവാന്റേതായിരിക്കുന്ന ഏകാന്തമായിരിക്കുന്ന ഗതി ഈദൃശി ഇന്ന വിധം എന്ന് പ്രതിപാദിത ഉപദേശിക്കപ്പെട്ടുവോ അത് അഭ്രകരുണാഹ അല്പമല്ലാത്ത ആ കാരുണ്യശാലികളായിരിക്കുന്ന അവർ സ്വകൃതേന തങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ നിത്യം എപ്പോഴും തുഷ്യന്തു സന്തുഷ്ടരാകേണമേ. ഉദപാത്രം വിന കൂപ്പുകൈ ഒഴികെ കോ നാമ എന്താണ് തൽപ്രതികരോധി അവർക്ക് പ്രത്യുപകാരം ചെയ്യുവാനുള്ളത്? യൈഹി യാതൊരു നിഗമിഭിഹി ദേവജ്ഞന്മാരാൽ നഹ നമുക്ക് ആത്മവാദേ അധ്യാത്മവിഷയത്തിൽ ഭഗവതഃ ഭഗവാന്റേതായിരിക്കുന്ന ഏകാന്തമായിരിക്കുന്ന ഗതി ഈദൃശി ഇന്ന വിധമെന്ന് പ്രതിപാദിത ഉപദേശിക്കപ്പെട്ടുവോ അത് അഭ്രകരുണാഹ അല്പമല്ലാത്ത കാരുണ്യശാലികളായിരിക്കുന്ന അവർ സ്വകൃതേന തങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ നിത്യം എപ്പോഴും തുഷ്യന്തു സന്തുഷ്ടരാകേണമേ. ഉദപത്രം വിന കൂപ്പുകൈ ഒഴികെ കോ നാമ എന്താണ് തൽപ്രതികരോധി അവർക്ക് പ്രത്യുപകാരം ചെയ്യുവാനുള്ളത്? അതിലത്തെ അന്വയം വന്നിട്ട് യൈഹി നിഗമിഭിഹി നഹ ആത്മവാദേ ഭഗവതഃ ഏകാന്തതഃ ഗതിഃ ഈദൃശി പ്രതിപാദിത അദഭ്രകരുണഃ സ്വകൃതേന നിത്യം തുഷ്യന്തു ഉദപത്രം വിന കോ നാമ തൽപ്രതികരോതി. യൈഹി നിഗമിഭിഃ നഹ ആത്മവാദേ ഭഗവതഃ ഏകാന്തതഃ ഗതിഃ ഈദൃശി പ്രതിപാദിത അദഭ്രകരുണാഃ സുകൃതേന നിത്യം തുഷ്യന്തു ഉദപത്രം കോ നാമ തൽപ്രതികരോതി. യാതൊരു ദേവജ്ഞന്മാരാൽ നമുക്ക് ആ അധ്യാത്മവിഷയത്തിൽ ആ ഭഗവാന്റേതായിരിക്കുന്ന ഏകാന്തമായിരിക്കുന്ന ഗതി ഇന്ന വിധം എന്ന് ഉപദേശിക്കപ്പെട്ടുവോ അല്പമല്ലാത്ത കാരുണ്യശാലികളായിരിക്കുന്ന അവർ തങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ നിത്യം എപ്പോഴും സന്തുഷ്ടരാകേണമേ. കൂപ്പുകൈ ഒഴികെ എന്താണ് അവർക്ക് പ്രത്യുപകാരം ചെയ്യുവാനുള്ളത്? വേദജ്ഞരായിരിക്കുന്ന ചിലരാൽ ആധ്യാത്മിക വിഷയത്തിൽ ഭഗവത് തത്വം ഉറപ്പിച്ച് പ്രതിപാദിക്കപ്പെട്ടുവോ ആ കരുണാശാലികളായിരിക്കുന്ന ഭഗവാന്മാർ സ്വന്തം പ്രവൃത്തിയിൽ കൃതകൃത്യരായി പ്രസാദിക്കണമേ. ഇതിന് പ്രത്യുപകാരമായിട്ട് കൂപ്പുകൈ അല്ലാതെ മറ്റെന്ത് നൽകാനാണ് ആർക്കെന്തെങ്കിലും സാധ്യമാവുക? ഉദപാത്രം എന്നാൽ ജലം പാനം ചെയ്യുവാനുള്ള പാത്രം. ഇവിടെ കൈക്കുമ്പിൾ എന്നാണ് അവിടെ അർത്ഥം വരിക. അപ്പോൾ വേദജ്ഞരായിരിക്കുന്ന ആരാൽ ആധ്യാത്മവിചാരത്തിൽ അങ്ങയുടെ തത്വം ഇങ്ങനെ അസന്ദിഗ്ധമായിട്ട് ഉപദേശിക്കപ്പെട്ടുവോ കരുണാശാലികളായിരിക്കുന്ന ആ ഭഗവാന്മാർ ഞങ്ങളുടെ ആ ദീനോദ്ധാരണ പ്രവൃത്തികൾ കൊണ്ട് തന്നെ സ്വയം സന്തോഷിക്കുക. കൂപ്പുകൈ അല്ലാതെ ഇത്രയും വലിയ ഉപകാരത്തിന് ആർക്ക് പ്രത്യുപകാരം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേദശാസ്ത്രങ്ങളെ നന്നായി അറിഞ്ഞിരിക്കുന്ന യാതൊരു നിങ്ങൾ ആത്മവിചാരത്താൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പരമാർത്ഥ തത്വത്തെ ഇപ്രകാരം ഞങ്ങൾക്കായിട്ട് ഉപദേശിച്ചുവോ ആ നിങ്ങൾ പരാനുഗ്രഹരൂപമായിരിക്കുന്ന നിങ്ങളുടെ ആ പ്രവൃത്തി കൊണ്ട് തന്നെ സന്തോഷിക്കണം. നിങ്ങളുടെ നേരെ ബന്ധനം ചെയ്ത് നമസ്കരിക്കുക എന്ന ഒന്ന് മാത്രമല്ലാതെ മറ്റൊരു വിധത്തിൽ പ്രത്യുപകാരം ചെയ്യുവാൻ ആർക്കും ശക്തിയില്ല. സ്വപ്രവൃത്തിയാൽ തന്നെ സന്തോഷിക്കുവാൻ തക്ക വിധം പരന്മാരിൽ കാരുണ്യമുള്ളവരാകുന്നു മഹാന്മാരായിരിക്കുന്ന നിങ്ങൾ ഉള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞാൽ നോക്കാം.
ഭുഞ്ജതേ ദാൻ ന തു ദാനേ സ്വതന്ത്ര യൈരധ്യാത്മവിചാരേ ഈ അധ്യാത്മവിചാരത്തിന് ഈദൃശി ഇപ്രകാരമുള്ള ഭഗവതോപി ഗതി ആ ഭഗവാന്റെ ഗതിയെപ്പറ്റി സമ്പാദിത ഉപദേശിക്കപ്പെട്ട തേഷാം നിങ്ങൾക്ക് പ്രത്യുപകാരം കരോതി എന്താണ് പ്രത്യുപകാരം ചെയ്യുക എന്നതാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. യൈരധ്യാത്മവിചാരേ ഈദൃശി ഈ ആധ്യാത്മിക വിചാരത്തെ ഇപ്രകാരം തന്നെ ആ ഭഗവാന്റെ ഗതിയെ സമ്പാദിത ഉപദേശിച്ചു തന്ന തേഷാം നിങ്ങളിൽ പ്രത്യുപകാരം കരോതി പ്രത്യുപകാരം എങ്ങനെയാണ് ചെയ്യുക. യൈരീദൃശി യൈ അധ്യാത്മവിചാരേ ഈദൃശി ഭഗവതോ ഗതി സമ്പാദിത തേഷാം പ്രത്യുപകാരം കരോതി. എന്നുകൂടി പറയാം. യൈരധ്യാത്മവിചാരേ ഈദൃശി ഭഗവതോ ഗതി സമ്പാദിത തേഷാം പ്രത്യുപകാരം കരോതി എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാഖ്യാനം ആയിട്ട് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 48ാമത്തെ ശ്ലോകം. മൈത്രേയ ഉവാച ത ആത്മയോഗപതയ ആദിരാജേന പൂജിതാഃ ശീലം തദീയം ശംസന്ത ഖേ ഭൂവന്മിഷതാം നൃണാം. ത ആത്മയോഗപതയ ആദിരാജേന പൂജിതാഃ ശീലം തദീയം ശംസന്ത ഖേ ഭൂവന്മിഷതാം നൃണാം. ആ ആധ്യാത്മയോഗത്തിൻ്റെ ആചാര്യന്മാരായിരിക്കുന്ന അവർ ആ പൃഥുചക്രവർത്തിയാൽ അങ്ങനെ പൂജിതരാക്കപ്പെട്ട് ആ ജനങ്ങൾ നോക്കി നിൽക്കെ അദ്ദേഹത്തിൻ്റെ ആ ശീലത്തെ വാഴ്ത്തിക്കൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്ന് എഴുന്നള്ളി. ത ആത്മയോഗപതയ ആ അധ്യാത്മയോഗത്തിൻ്റെ ആചാര്യന്മാർ ആദിരാജേന പൂജിതാഹ തേ അവർ ആ പൃഥുചക്രവർത്തിയാൽ പൂജിതരായിട്ട് നൃണാം ആ ജനങ്ങൾ നോക്കി നിൽക്കെ മിഷതാം നോക്കി നിൽക്കെ അദ്ദേഹത്തിൻ്റെ ആ ശീലത്തെ ആ രാജാവിൻ്റെ ശീലത്തെ അവർ വാഴ്ത്തിക്കൊണ്ട് ആകാശത്തിലേക്ക് അഭൂവൻ ഉയർന്ന് പോയി. അപ്പോൾ ആത്മയോഗപതയ അധ്യാത്മയോഗത്തിൻ്റെ ആചാര്യന്മാരായിരിക്കുന്ന തേ അവർ ആദിരാജേന ആ പൃഥുചക്രവർത്തിയാൽ പൂജിതരായിട്ട് നൃണാം ജനങ്ങൾ മിഷതാം നോക്കി നിൽക്കേ മിഷതാം നോക്കി നിൽക്കേ തദീയം അദ്ദേഹത്തിൻ്റെ ശീലത്തെ ശംസന്ത വാഴ്ത്തിക്കൊണ്ട് ഖേ ആകാശത്തിൽ അഭൂവൻ ഉയർന്നെത്തി. ഒന്നുകൂടി പറയാം. ആത്മയോഗപതയ അധ്യാത്മയോഗത്തിൻ്റെ ആചാര്യന്മാരായിരിക്കുന്ന തേ അവർ ആദിരാജേന പൃഥുചക്രവർത്തിയാൽ ആദിരാജേന എന്ന് പറഞ്ഞാൽ പൃഥുചക്രവർത്തിയാൽ പൂജിതരായിട്ട് നൃണാം ജനങ്ങൾ മിഷതാം നോക്കി നിൽക്കേ തദീയം അദ്ദേഹത്തിൻ്റെ ശീലത്തെ ശംസന്ത വാഴ്ത്തിക്കൊണ്ട് ഖേ ആകാശത്തിൽ അഭൂവൻ ഉയർന്നെത്തി. അപ്പോൾ ആത്മയോഗപതയ തേ ആദിരാജേന പൂജിതാഃ നൃണാം മിഷതാം തദീയം ശീലം ശംസന്ത ഖേ അഭൂവൻ. എന്നുകൂടി പറയാം. ആത്മയോഗപതയ തേ ആദിരാജേന പൂജിതാഃ നൃണാം മിഷതാം തദീയം ശീലം ശംസന്തം ഖേ അഭൂവൻ. അധ്യാത്മയോഗത്തിൻ്റെ ആചാര്യന്മാരായിരിക്കുന്ന അവർ ആ പൃഥുചക്രവർത്തിയാൽ പൂജിതന്മാരായിട്ട് ജനങ്ങൾ നോക്കി നിൽക്കെ അദ്ദേഹത്തിൻ്റെ ആ ശീലത്തെ വാഴ്ത്തിക്കൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നെത്തി. അപ്പോൾ അധ്യാത്മ വിഷയങ്ങളിൽ പരമാചാര്യന്മാരായിരിക്കുന്ന സനകാദികൾ പൃഥുവിനാൽ പൂജിക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ അഭിനന്ദിച്ച് ആ ജനങ്ങൾ നോക്കി ഇരിക്കെ ആകാശത്തിലേക്ക് പൊങ്ങി അദൃശ്യർ ആയി. ലോകത്തിൽ ആത്മതത്വം പ്രഖ്യാപനം ചെയ്യുന്ന ആ സനകാദികൾ ആ പൃഥുവിനാൽ പൂജിതരായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ശീലത്തെ പ്രശംസിച്ചുകൊണ്ട് ജനങ്ങൾ നോക്കി നിൽക്കെ തന്നെ ആ ആകാശമാർഗത്തിലൂടെ പോയി. അപ്പോൾ മൈത്രേയ ആത്മജ്ഞാനത്തെ ഉപദേശിക്കുന്ന ആചാര്യന്മാരിൽ പ്രധാനികളായിരിക്കുന്ന അവർ ആ ആദിരാജനായിരിക്കുന്ന പൃഥുചക്രവർത്തിയാൽ പൂജിക്കപ്പെട്ടവരായും അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവത്തെ പ്രശംസിക്കുന്നവരായുമായിട്ട് അവിടെയുള്ള ജനങ്ങൾ നോക്കിയിരിക്കെ ആകാശമാർഗത്തിൽ കൂടി പോവുകയും ചെയ്തു. ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. മൈത്രേയ ഉവാച ആദിരാജേന പൂജിതാഃ
പ്രകാരം ആ ആദിരാജാവായിരിക്കുന്ന പൃഥുവിനാൽ പൂജിക്കപ്പെട്ട് സനകാദയസ്തം സനകാദി മഹർഷിമാർ പ്രശംസന്ത അദ്ദേഹത്തെ പ്രശംസിച്ച് ആകാശമാർഗേണ ഗതാഹ ആകാശമാർഗത്തിലൂടെ ഗത പോയി. എന്നുകൂടി പറയാം. ആദിരാജേന പൂജിത ആദിരാജാവായിരിക്കുന്ന പൃഥു രാജാവിനാൽ പൂജിക്കപ്പെട്ട് സനകാദയസ്തം സനകാദികളായിരിക്കുന്ന അവർ പ്രശംസന്ത സനസ്തം എന്ന് പറഞ്ഞാൽ ആ രാജാവിനെ സനകാദേഹത്തം രാജാവിനെ പ്രശംസിച്ചുകൊണ്ട് ആകാശമാർഗേണ ഗതാഹ ആകാശമാർഗത്തിലൂടെ പോയി. ആദിരാജേന പൂജിതാഹ സനകാദയസ്തം പ്രശംസന്ത ആകാശമാർഗേണ ഗതാഹ എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുന്നത്. ബാക്കി ഭാഗങ്ങൾ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ.